Hello guys, thanks for checking back on my channel, MrChef. Guys, നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ ഒരു ഔട്ട്ഡോർ കുക്കിംഗ് ഇത് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വളരെ കാലം കൂടി ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തതാണ്. ഫൈനലി ഞാൻ ഇവിടെ നാട്ടിൽ വെക്കേഷൻ വന്നപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമ്മളൊരു ഔട്ട്ഡോർ കുക്കിംഗ് ചെയ്യുകയാണ്. നമ്മളുടെ കുക്കിംഗ് എബിലിറ്റിയെ കുറിച്ച് ഇവർക്ക് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. എനിക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ റെസിപ്പി തന്നെയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അത് നമ്മളുടെ ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷാണ്. അത്യാവശ്യം നല്ല സ്പൈസിയാണ്, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡിഷ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്ലേസിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസ് തന്നെയാണ്. ഞാനൊരു മിനിമം 10 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ തന്നെ നമ്മളുടെ ആദ്യത്തെ ഔട്ട്ഡോർ കുക്കിംഗ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഏകദേശം ഒരു 5-6 കിലോമീറ്ററിനുള്ളിൽ വേറൊരു വീടോ വേറൊരു കോട്ടേജസോ ഇല്ല, ഒരു വനത്തിൻ്റെ നടുക്ക് തന്നെയാണ് ഈ ഒരു പ്ലേസ്. അത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇതെൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ആകാൻ കാരണവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുമാതിരത്തെ സ്ഥലങ്ങളെ എൻജോയ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. എൻ്റെ പരിചയത്തിലുള്ളൊരു റോഡ്രിഗസ് എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർകാരൻ ചേട്ടൻ്റെയാണ് ഈ കോട്ടേജസ്. റോഡ്രിഗസ് ചേട്ടൻ്റെ ഫോൺ നമ്പർ, സെൽ നമ്പർ, വാട്സപ്പ് നമ്പർ ഇത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ആവശ്യമായുള്ള മിക്സംപ്ലസ് എല്ലാം നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഡിഷിന് ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളുടെ ഫ്രണ്ട്സ് ആവശ്യമായുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് അടുത്തായിട്ട് നമുക്ക് എങ്ങനെ മാരിനേഷൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് 3 കിലോ ചിക്കനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന മാതിരി സാധാരണ ഞാൻ ഇത്ര ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കാറില്ല. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ 3 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോ അല്ലെന്നുണ്ടെങ്കിൽ 1.5 കിലോ 2 കിലോ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ മസാലയുടെ അളവും ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ നമുക്ക് ആദ്യമായിട്ട് ഇടാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. അടുത്തായിട്ട് നമ്മൾ കല്ലിൽ വെച്ച് പൊടിച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1.5 ടേബിൾ സ്പൂൺ നമ്മളുടെ മുഴുവൻ മല്ലിയും. അടുത്തായിട്ട് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്, 1.5 കപ്പ് കോൺ സ്റ്റാർച്ച്, ഒരു 4 അതൾ കറിവേപ്പില നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. ഇടിച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും ഗാർലിക്കും, 2 എഗ്ഗ്, 2 നാരങ്ങയുടെ നീര്, 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ കഴിച്ച് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ചിക്കനിലേക്ക് ഇട്ടിട്ടുണ്ട്. അടുത്തായി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കഴിച്ച് നമ്മളുടെ ചിക്കനോടെ മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായി നമുക്ക് ചിക്കൻ കവർ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കഴിച്ച് നമ്മുടെ ചിക്കനോടെ നല്ല രീതിയിൽ മാരിനേറ്റ് ആയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അടുത്തായി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കി ഒരു ഉരുളി എടുത്ത് വെക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ ഉരുളി എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ ഒഴിച്ച ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മളെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കിതിലേക്ക് ഇടാം. ഗൈസ്, അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും മാക്സിമം നമ്മളുടെ ഓയിൽ ഹൈ ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷം ചിക്കൻ ഇട്ട് ഏകദേശം 1 മിനിറ്റ് തുടങ്ങി 1.5 മിനിറ്റ് വരെ നമ്മൾ ഇളക്കാണ്ട് തന്നെ അങ്ങനെ വെക്കുക. അപ്പോൾ അങ്ങനെ വെക്കുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ നമ്മളുടെ മാരിനേഷൻ ചിക്കനിൽ നിന്ന് ഇളകി പോകാണ്ടിരിക്കാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും അത് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, നമ്മളുടെ ചിക്കൻ ഏകദേശം നമ്മളൊരു 1.5 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്തിടാം. അപ്പോൾ മിക്സ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 5 തുടങ്ങി 6 മിനിറ്റ് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 4 മിനിറ്റ് നേരമാണ് ഫ്രൈ ചെയ്തേക്കുന്നത്. അടുത്തായി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തായി നമുക്ക് ബാക്കിയുള്ള ചിക്കനോട് നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഗൈസ് നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ നടുവേ കട്ട് ചെയ്ത ഒരു 6 ഗ്രീൻ ചില്ലിയും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഒരു പിടി കറിവേപ്പിലയും. ഗൈസ് നമ്മുടെ ചിക്കൻ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത സെയിം പാനിലേക്ക് തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും ഗാർലിക്കും കൂടെ ക്രഷ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇടാം. കുറച്ച് കറിവേപ്പില. അടുത്തായി നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത വലിയ 4 ഒനിയൻ, സ്ലൈസ് ചെയ്തെടുത്ത 100 ഗ്രാം കുഞ്ഞുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്കിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ സോൾട്ടും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ഒനിയൻ നന്നായിട്ട് കുക്കാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ് അപ്പോൾ നമുക്ക് കാണാൻ നമ്മുടെ ഒനിയൻ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായി റോസ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് മിക്സിയിൽ അടിച്ചെടുത്ത 4 ടൊമാറ്റോ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ടൊമാറ്റോ പേസ്റ്റ് ഇട്ടതിന് ശേഷം ടൊമാറ്റോയുടെ റോ സ്മെല്ല് പോകുന്നത് വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊരു നാരങ്ങയുടെ നീരും കൂടെ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് വയ്ക്കാം. ഗൈസ് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത നമ്മളുടെ ചില്ലി ഫ്ലേക്സ് ഒരു 50 ഗ്രാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗൈസ് നമ്മളുടെ ഫ്രൈ ചെയ്ത ചിക്കൻ നമ്മളുടെ മസാലയിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത ഇതിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഗ്രീൻ ചില്ലിയും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മളുടെ കുക്കിംഗ് ഒക്കെ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ എടുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാൻ പോവാണ്. അപ്പോൾ ആൻസ എങ്ങനെയുണ്ട് നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ്? കൊണ്ടാട്ടം അല്ല, ഇതിൽ പ്രത്യേകമായിട്ട് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? എന്തെങ്കിലും ഒരു ഘടകം ഇഷ്ടപ്പെടുന്നുണ്ടോ? അതിൻ്റെ ക്രിസ്പിനെസ് ആണോ, ടെൻഡർനെസ് ആണോ, മസാല ക്രിസ്പി നന്നായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ? ശരി. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് സാധനം? അടിപൊളി. ചേട്ടാ അടിപൊളി. കൊണ്ടാട്ടം കഴിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റും. നല്ല റെസിപ്പി തന്നെയാണ്. പിന്നെ അഭിജിത്ത് എങ്ങനെയുണ്ട് ടേസ്റ്റ്? അതല്ലേ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്? പുതിയ കൂട്ടാ അടിപൊളി. അതല്ലേ മസാല ഒക്കെ കറക്റ്റ് അല്ലോ? നമുക്ക് എക്സ്ട്രാ അങ്ങനെ ഉണ്ടോ? അല്ല, അത് കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടാട്ടം പറയുന്നൊരു മുളകാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാക്കാൻ നമുക്ക് എന്തായാലും എരിവ് വേണം. പ്രത്യേകിച്ച് നമ്മളെ ക്രഷ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് അപ്പോൾ കഴിച്ച് നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഇതിൽ പറഞ്ഞാൽ നമുക്ക് ക്രിസ്പി ഔട്ട് സൈഡ്, ജ്യൂസി ഇൻസൈഡ്. നമ്മുടെ മസാലയൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ കറക്റ്റാണ് വന്നേക്കുന്നത്. പിന്നെ സ്പൈസിയാണ്. അപ്പോൾ സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. സ്പൈസസ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനിട്ട എമൗണ്ടിൽ നിന്ന് നമ്മളുടെ ചില്ലി ഫ്ലേക്സ് അല്ലെന്നുണ്ടെങ്കിൽ ചില്ലി പൗഡർ കുറയ്ക്കുക. ഇതൊക്കെ നല്ല റെസിപ്പിയാണ്. ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം എല്ലാവരും നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. പിന്നെ നമ്മളുടെ ആദ്യത്തെ ഔട്ട്ഡോർ വീഡിയോ ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു നിങ്ങൾക്കറിയാം, നമ്മളെപ്പോഴും നമ്മളുടെ വീട്ടിലത്തെ കിച്ചണിലായിരുന്നു നമ്മളുടെ കുക്കിങ്. ഫസ്റ്റത്തെ ഔട്ട്ഡോർ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇതുമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഉറപ്പായിട്ട് എഴുതി വയ്ക്കാൻ മറക്കരുത്. അതുമായി നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുമായിട്ട് വീഡിയോ കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ റെസിപ്പീസ്, പുതിയ ഐഡിയാസ് കിട്ടുവാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഫ്രണ്ട്സിനെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം.